നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ഒരു പരിപാടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുള്ള പരിപാടി ശബരിമലയുടെ വികസനത്തിനും ശബരിമലയുടെ മുന്നോട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ തീരുമാനത്തിനും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു വിശ്വാസിയല്ലാത്ത അല്ലെങ്കിൽ വിശ്വാസം എന്നത് തങ്ങളുടെ പ്രത്യയ ശാസ്ത്രത്തിലില്ല എന്ന് പറയുന്ന ആളുകളാണ് പൊതുവെ സഖാക്കന്മാർ. അത്തരത്തിലൊരു നേതാവ് എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന്, അതും ഇത്രയും കാലമില്ലാത്ത അല്ലെങ്കിൽ ശബരിമലയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എതിരെ നിന്നിരുന്ന ഒരു സർക്കാർ ശബരിമലയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ദിവസം രംഗത്തേക്ക് വന്നത് എന്നത് വലിയ രീതിയിൽ സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് അതേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും വളരെ ദൈവ വിശ്വാസത്തോടെ എത്തുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ശബരിമലയിൽ അയ്യന്റെ മുന്നിലുള്ള സ്വർണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ആ സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ വിവരങ്ങൾ ആരും അറിയാതെ സൂക്ഷിച്ചു എന്നുള്ളത് കൂടെയാണ്. പക്ഷേ എത്ര വൈകിയാലും സത്യത്തിന് അത് പുറത്തു തന്നെ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അയ്യപ്പൻ തന്നെ ആ സത്യങ്ങൾ വെളിവാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കേസിന്റെ കാര്യങ്ങൾ ഗതിമാറുന്നത്. ഇതിൽ പ്രധാനമായിട്ടും CPM-നെ വലവീശി പിടിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത വിവരങ്ങൾ പുറത്തു വന്നു. ആരാണ് പത്മകുമാർ? ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ടുള്ള അതേ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും അടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പത്മകുമാർ. ഒരു സഖാവായിരിക്കെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറാൻ പത്മകുമാറിന് കഴിഞ്ഞത് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ അറസ്റ്റ്, അതിനുശേഷം അയാൾ കാണിക്കുന്ന പ്രക്രിയകൾ, അത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. അന്വേഷണ സംഘം തന്റെ അടുത്തേക്ക് വന്നപ്പോൾ വളരെ നിസ്സാരമായിട്ട് പത്മകുമാർ പറയുന്നത് ഞാൻ നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്നും പിടിക്കപ്പെടുമെന്നും പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ള ഒരാളായിട്ട് പത്മകുമാർ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ദൈവതുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവസമാനമായിട്ടുള്ള ചില പേരുള്ള ആളുകൾ കൂടെ ഇതിൽ പിടിക്കപ്പെടാനുണ്ട് എന്നും തന്റെ തലയിൽ മാത്രം ഇട്ടുകൊണ്ട് ഈ ഒരു കേസ് മൂടാമെന്ന് കരുതരുത് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അറസ്റ്റിൽ പൂർണ്ണമായിട്ട് ഓക്കെ ആയി നിൽക്കുന്ന ഒരു രീതിയാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് പുറത്തേക്ക് വരാൻ ഇനിയുള്ള മുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിനേക്കാൾ അപ്പുറത്തേക്കായിരിക്കും എന്ന് പത്മകുമാർ പറയാതെ പറഞ്ഞിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയിലേക്കും മറ്റു മന്ത്രിമാരിലേക്കും ഒക്കെയാണ് കാര്യങ്ങൾ എത്തുന്നത് എങ്കിൽ പോലും അതിനൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ശബരിമല സ്ത്രീ പ്രവേശന സമരവുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സർക്കാരിനെയും വിശ്വാസികളെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് പത്മകുമാർ തന്നെയാണ്. അതായത് സർക്കാരിന് ഏറ്റവും അടുത്തുള്ള ഒരാൾ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഇത്തരം വലിയ കൊള്ളാതും അയ്യപ്പന്റെ മുന്നിലുള്ള സ്വർണം, അയ്യപ്പന്റെ സന്നിധിയിലെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന് പിറകിലുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അധികാര സ്ഥാനത്തിരിക്കുന്നവരായിരിക്കും എന്നുള്ള സൂചനയാണ്. എന്തായാലും വളരെ വലിയ ആശങ്കകൾ ഈ ഒരു സമയത്ത് CPM-നെ സംബന്ധിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്താണ് ശബരിമലയിൽ ഇത്തരത്തിലൊരു കൊള്ള എന്നുള്ള വിവാദമുണ്ടാകുന്നത്. അതിനേക്കാൾ ഉപരി CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഈ പറയുന്നത് പോലെ പത്മകുമാറിനെ പോലുള്ള ആളുകളെയൊക്കെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ഇത് പ്രതിരോധത്തിലാക്കുമോ എന്നുള്ളത് ആശങ്ക നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടിക്കുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി അടക്കം പ്രതികരണം നടത്തി കഴിഞ്ഞു. കാരണം അതായത് പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ ഇനി ഉണ്ടാകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെ പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ ഒരു പ്രതികരണമൊക്കെ. പക്ഷേ അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്നത് SIT-യുടെ അന്വേഷണം ഇനി തുടരുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. കാരണം പത്മകുമാറിൽ നിന്ന് അറസ്റ്റ് അവസാനിച്ചു, അല്ലെങ്കിൽ പത്മകുമാറിലൂടെ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നതാണ് പലരുമെങ്കിലും അവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ടുള്ള സൂചനയാണ് SIT നൽകുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ് അതൊരു തുടക്കം മാത്രമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും
പത്മകുമാറിന് പിന്നിലുള്ള ആ പ്രധാനപ്പെട്ട ആളുകളെ ഉടൻ തന്നെ പുറത്തു കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് SIT നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് വലിയ ആളുകൾ, വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും പുറത്തേക്ക് വരിക എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സൂചന. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇനി അന്വേഷണത്തിന് ശേഷം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ശേഷം എന്തായിരിക്കും അദ്ദേഹം പറയുക എന്നത് കാതോർക്കുകയാണ് വിശ്വാസി സമൂഹം. എന്തായാലും ദേവസ്വം ബോർഡിന്റേത് സ്വതന്ത്ര തീരുമാനമാണ് എന്നുള്ള നിലപാടിലാണ് കടകംപള്ളി ഉറച്ചു നിൽക്കുന്നത്. ഇതിനിടെ ഇത് സംബന്ധിച്ച ഒരു ഫയലും തന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി. അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന് കുരുക്കായത് സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള രേഖകൾ തന്നെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിൽ ആദ്യം അവതരിപ്പിച്ചത് പത്മകുമാർ എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അപേക്ഷ താഴെത്തട്ടിൽ നിന്നും വരട്ടെ എന്ന് ബോർഡ് നിർദ്ദേശിച്ചതോടെ മുരാരിയിൽ നിന്നും കത്തിടപാട് തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. പോറ്റിക്ക് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകി എന്നാണ് ഉദ്യോഗസ്ഥ നൽകുന്ന മൊഴി. ബോർഡ് മിനിറ്റ്സിൽ മറ്റ് അംഗങ്ങൾ അറിയാതെ തിരുത്തൽ വരുത്തിയെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ വരുമെന്ന് ഉറപ്പായിരുന്നു എന്നാണ് അന്വേഷണ സംഘം എത്തിയപ്പോൾ പത്മകുമാർ പറഞ്ഞത്. അതായത് തീർച്ചയായിട്ടും താൻ അറസ്റ്റിലാകപ്പെടുമെന്നുള്ള പൂർണ്ണ ബോധ്യം, തൻ്റെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുമെന്നുള്ള പൂർണ്ണ ബോധ്യം അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ പത്മകുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട്. തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. പത്മകുമാറിന് തിരിച്ചടിയായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത രേഖകളും ഉദ്യോഗസ്ഥരുടെ മൊഴിയുമാണ് എന്നുള്ളതാണ്. റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. നിർണായക തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യലിനൊടുവിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3:30 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന നടപടിയായതിനാൽ പ്രത്യേക സംഘം കരുതലോടെയാണ് അറസ്റ്റിന് മുമ്പ് കരുക്കൾ നീക്കിയിരുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ SITക്ക് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. റിമാൻഡിലായ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കേസിലെ മുഖ്യ ആസൂത്രകനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് SIT റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ കേസിലെ പ്രതികൾ മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്നത് പത്മകുമാർ ആണെങ്കിലും ഇനിയും ഒരുപാട് മുഖങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളതാണ് SIT വ്യക്തമാക്കുന്നത്. അതേസമയം പത്മകുമാറിന്റെ മൊഴിയുടെ ചില വിശദാംശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ പുറത്തു വരുന്നുണ്ട്. വാസുവിനെയും ഉദ്യോഗസ്ഥരെയും പഴിചാരിക്കൊണ്ടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ പത്മകുമാർ വിശദീകരണം നൽകിയിരിക്കുന്നത്. പോറ്റി ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് ദേവസ്വം ബോർഡിന് കൈമാറിയതെന്നും ഉദ്യോഗസ്ഥർ നൽകിയ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചതെന്നും പത്മകുമാർ പറയുന്നു. പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് തീരുമാനം. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേസിലെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ പ്രതികളും പ്രവർത്തിച്ചത് പത്മകുമാറിന്റെ തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് എന്നുള്ള കണ്ടെത്തലും SITയുടെ ഭാഗത്തു നിന്നുണ്ട്. ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പത്മകുമാർ ചാരി നിൽക്കുന്നതായിട്ടുള്ള 2019 മെയ് മാസത്തിലെ ദൃശ്യങ്ങളാണ് കേസിലെ പ്രധാന തെളിവായിട്ട് വന്നിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന പത്മകുമാറിന്റെ വീട്ടിലാണ് നടന്നത് എന്നുള്ളതാണ് സൂചന. സ്വർണ്ണക്കൊള്ളയിലൂടെ വലിയ തോതിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നും SIT കണ്ടെത്തുന്നു. എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പത്മകുമാറിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ് പോലീസ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാം. കാരണം അവർ തൊട്ടത് അയ്യപ്പനെയാണ്, അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ വീട്ടിന് ചുറ്റും ഉള്ളത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകളുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിലും ഇനി കേസുമായി ബന്ധപ്പെട്ട നടപടികൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിലവിൽ പത്മകുമാർ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തുണ്ടായിരുന്നു. അല്പസമയത്തിനകം പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് വൈദ്യപരിശോധന നടത്തും എന്നുള്ളതാണ് നേരത്തെ പുറത്തുവന്ന വിവരം. എന്തായാലും പത്മകുമാർ അറസ്റ്റിലായതിന് പിന്നാലെ ഇനി പുറത്തു വരുന്ന മുഖങ്ങളാണ് നിർണായകം. അയ്യപ്പന്റെ സ്വർണം തൊട്ടവന്റെ
എല്ലാം മുഖങ്ങൾ അയ്യപ്പൻ തന്നെ വ്യക്തമാക്കുന്നു എന്ന് ആഞ്ഞടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസി സമൂഹവും രംഗത്ത് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്തിനിടയിലാണ് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ഒരു പരിപാടി ജനങ്ങളെ പറ്റിക്കാൻ തന്നെ ഉള്ളതായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDFനൊരു തിരിച്ചടിയാകും എന്നുള്ളൊരു അഭിപ്രായം കൂടെ നിലവിൽ ഉയരുന്നുണ്ട്.